തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച യു.ഡി.എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ.ഡി.എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ജനപ്രതിനിധികളും നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ടുന്ന പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിച്ചുരുക്കിയ കേരളത്തിലെ യു.ഡി.എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എൽ.ഡി.എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. BC റോഡിലെ പഴയ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ പ്രമുഖ നേതാക്കൾക്ക് പുറമെ നഗരസഭാ ചെയർമാൻമാരും കൗൺസിലർമാരും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും അംഗങ്ങളുമെല്ലാം പങ്കെടുത്തു. CPI നേതാവും കാഞ്ഞങ്ങാട് MLA-യുമായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 2011 മുതൽ 16 വരെ യു.ഡി.എഫിന്റെ ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോൾ ഈ കേരളത്തിൽ ആകെ അനുവദിച്ച വീടിന്റെ എണ്ണം 5500 താഴെയായിരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. 2016 ഫെബ്രുവരി മാസം 24-ാം തീയതി ആ അന്നത്തെ യു.ഡി.എഫ് ഗവൺമെന്റിന്റെ അവസാന കാലത്ത് യശസ്വരീനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. 2011 മുതൽ 16 വരെ 5 കൊല്ലക്കാലം കൊണ്ട് ഈ ഗവൺമെന്റ് എത്ര വീട് അനുവദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയായിരുന്നു, നിയമസഭയിൽ നൽകിയ മറുപടിയായിരുന്നു 5500 താഴെയാണെന്നത്. ആ ഗവൺമെന്റ് മാറി അതിന് പകരം വന്ന ഗവൺമെന്റ് 9 കൊല്ലം കൊണ്ട് 6 ലക്ഷത്തി ചില്ലാനും ആളുകൾക്ക് വീട് അനുവദിച്ചു. എന്നാൽ പഴയ 2011-16 കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് പാതി വഴിയിലായ ലൈഫ് ഭവനത്തിലെ വീടുകളുടെ കാര്യം പോലും ഈ ഗവൺമെന്റ് ഇപ്പോൾ ഒന്നും പറയാത്ത സാഹചര്യമാണുള്ളത്. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, KV കുഞ്ഞിരാമൻ, CP ബാബു, KV ജനാർദ്ദനൻ, സാബു അബ്രഹാം, BV രമേശൻ, M സുമതി, PP മുഹമ്മദ് റാഫി, അസീസ് കടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.